രാവിലെ എന്നെ കാണിക്കണേ. ഇന്ന് രാവിലെ വീട്ടിലിരിക്കുന്നതിന്റെ സകല സന്തോഷം കാണാനുണ്ട്. എല്ലാവരുടെയും അടുത്തോടെയും പോയി കുറച്ചു നേരം എല്ലാവരുടെയും കൂടുതൽ കെട്ടിപ്പിടിച്ച് കിടന്നു. നോണിക്കുട്ടി അടുത്ത് ആദ്യം വന്നു. അത് കഴിഞ്ഞ ശേഷം മാളിന്റെ അടുത്ത് പോയി. ചക്കിയുടെ ഡോർ ഇപ്പോൾ അടഞ്ഞു കിടക്കണം. ചക്കി ഉറങ്ങുവാണ്. ആണോ? ചക്കി എടുത്താണ് ഫസ്റ്റ് പോയേ. ആ ചക്കി ഒന്നാണോ? ചക്കി ചേച്ചിയാണോ? ഇവൻ കാണിക്കുന്നത് ഇവനെ അറിയത്തില്ല കേട്ടോ. എന്നാ കുട്ടി കാണിക്കുന്നേ? ഡാൻസ് കളിക്കണോ? ഓമ്മയില്ല ഞങ്ങള് നീ എന്നാ വള്ളം തഴിയാണോടാ? രാവിലെ പിക്കൊക്കെ വയ്ക്കാവോന്ന് ചോദിക്കുമ്പോ ഉള്ള ഒരു ഇതാണേ. ടി വിക്ക് എത്തുന്നുണ്ട്. ഇത് ശനിയാഴ്ച അല്ലേ? കല്യാണി രാവിലെ അവന് കല്യാണി വേണ്ടിയെന്ന്. കല്യാണി നോക്കിയിരുന്നോ? പിക്കോക്കൊണ്ടത് എന്തിനാ വിളി കാണിക്കണേ? രാവിലെ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ കിച്ചണിൽ കലവരയാണ്. അവൻ രാവിലെ ഡേക്കർ എല്ലാ ദിവസവും 8 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ സമയം 9 മണിയായി. ഇവിടെ നേരമൊന്നുമില്ല. അവൻ എല്ലാം ഇന്ന് 6 മണിയായി എണീറ്റുന്നവൻ. എന്നാ പറഞ്ഞേ? വെള്ളം തരാം, എടുത്ത് കമത്തരുത് കേട്ടാ. സൂക്ഷിച്ചു കുടിക്കേ. പാല് കൊടുത്തിട്ടില്ല. ബട്ടർ തൂക്കാവുന്നതില്. ഓക്കെ, നമുക്കെന്നാ കഴിക്കാനുള്ള ചായ എടുക്ക്. നെയ്യപ്പം ഉണ്ട്, ചായ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പിന്നെ ഒരു സൂപ്പർ സാധനം ഫ്രൈ ചെയ്തിരിക്കുന്നത്. മുട്ട ബജി. രാവിലെ മുട്ട ബജിയാ? ബജിയല്ല അത് ഞണ്ട. ബാക്ക് സ്പെഷ്യലാ. സ്പെഷ്യല് കുട്ടി അത് എടുത്തു കൊടുത്താ മോനെ. എസക്കുട്ടി നേരത്തെ ചീസായിരുന്നേ ഉണ്ടാക്കി കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ. ഇപ്പോൾ അവൻ്റെ ഫേവറേറ്റ് സംഭവം ബെറീസും ആപ്പിളുമാണ്. അത് ഓരോ ഇഷ്ടങ്ങൾ മുട്ടയായിരുന്നു ഏറ്റവും ആദ്യം. മുട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മുട്ട നിർത്തിയിട്ട് ചീസായി, ചീസ് നിർത്തിയിട്ട് പിന്നെ ബെറീസായി, ഇപ്പൊ ആപ്പിള്. പക്ഷെ ബെറീസ് വിട്ടിട്ടില്ല. നമ്മുടെ ചുണ്ടേല് എന്തെങ്കിലും നല്ല അടിപൊളി വേദനാട്ടെ. എന്നാ ഇന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പറ്റുവാണെങ്കിൽ ഇന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ചയൊക്കെ തിരക്കില്ലേ? ചുക്കു തിങ്കളാഴ്ച ക്ലാസ്സില്ലേ? ക്ലാസ് ഉണ്ട്. പിന്നെ അങ്ങനെ എന്തോ ഒരു അവനെ പുതിയ അവരതിന് ഡിസൈഡ്.
പിടിച്ചു, കണ്ടുപിടിച്ചു. ഇറങ്ങിയിരിക്കും, ഇങ്ങോട്ട് വാ. ആ യെസ്, ആ ഇവിടെ കിടക്ക്. ആ യെസ്, ആ കിടക്ക്. ആ ഓക്കെ. എന്താ പിടിക്കുവാണ്? രണ്ട് സൈഡും പിടിക്കുക. എനിക്ക് ഒരു മിനിറ്റ്, രണ്ടു പില്ല താഴെ ഇരട്ടെ. പില്ലോടെ വെയിറ്റ് ചെയ്യാ. ഓക്കെ. 3, 2, 1. എന്താ സന്തോഷം, എന്താ സന്തോഷം. രാരാടി പാട്ട് ആപ്പിള് തിന്ന് കിടക്കുന്നു. കൊടുക്കേ നോക്കി ചായ കൊടുക്കേ. ഇത് എന്നാ ചെയ്യാ? അതിന്റെ ആപ്പിളൊക്കെ തിന്ന് കിടക്കുവാണോ? എന്താ സുഖം നോക്ക്. ഇവരെല്ലാരും നമ്മളിങ്ങനെ നാട്ടിൽ ഓർക്കുന്നുണ്ടോ? മറ്റേ ബർത്ത്ഡേ ആകുമ്പോ ഇതുപോലെ പിടിച്ചേച്ചായ നമുക്ക് ഇവരെയും കൂടെ ഒന്നുകൂടെ ആട്ടെ. ഇവരെ ഉറക്കം വരുന്നുണ്ടോ ആശാന്? അന്റെ ഉറക്കം വരുന്നുണ്ടോടി? അയ്യോ ഇറങ്ങി പോണോ? അയ്യോ ഇറങ്ങി പോയാ? ആ 1 2 3 ഇങ്ങോട്ട് വാ ചക്കി. കണ്ടോ ചക്കി? എണീറ്റോ ചക്കി? ഓ മൈ ഗോഡ്, ഇതാരാ ചക്കി ഇതിനകത്ത് കിടക്കുന്നേ? ഇതാരാ ശക്കുട്ടി? ഇനി ഒരുമിച്ച് കണ്ടപ്പോ അടുത്ത 1 2 3 ഗോ. ജോണിക്കുട്ടി ചേട്ടൻ വാവോ. ആരാ കിടക്കുന്നത്? ആരാ കിടക്കുന്നേ? ആ ചേട്ടാ ചേട്ടാ. ചക്കി ചേച്ചി വാവോ. ചക്കി ചേച്ചി വാവോ. കുട്ടി ആട്ടം നോക്കിയപ്പോ കുട്ടീനെ കാണിച്ചപ്പോ വാവോ. കുട്ടി വാവോ. ചക്കി ചേച്ചി വാവോ. ഇനി അടുത്ത വാടി. സേഫ് ആയിരിക്കില്ല ചുരുക്കുട്ടി. ഓ മൈ ഗോഡ്, ഇത് ഒത്തിരി പോകല. ഇല്ല കുഴപ്പമില്ല, ഇവന് ഒട്ടും വെയിറ്റ് ഇല്ല. അവനെ പാടി ഉറക്കുവാണോ? ഉണ്ടായിരുന്ന പാവം പാടുന്ന നോക്കട്ടെ. ആ ഓക്കെ പാട്. ആ പാട് പാട്. വെയിറ്റ് ചെയ്തോട്ടെ, ഇപ്പൊ പാടുവേ. തന്നെ താനെ പാടി ഉറങ്ങുവാണേ. അടുത്തേക്ക് ചെവി കൊണ്ട, ചെവി കൊണ്ട, ചെവി കൊണ്ട. ഞാൻ പറഞ്ഞുതരാം, ചെവി പറഞ്ഞുതരാം. ഇന്ന് ആ ചെവി കൊണ്ട. ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കോൺഗ്രസിന് എഴുതാൻ മമ്മയ്ക്ക് തോന്നുന്ന മാച്ചാണ്. ജോണിക്കുട്ടി ഫോൺ അടിച്ചോണ്ടാടാ കള്ള. ജോണിക്കുട്ടി എന്റെ ഫോൺ ഇവിടെ കൊണ്ടാടാ. അവനെന്റെ ഫോൺ നൈസായിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു മാറ്റിപ്പോ എന്റെ മുന്നിലൂടെ കൊണ്ട് എന്നിട്ട് ഓപ്പണായി കിട്ടിയതുകൊണ്ട് വിട്ടുപോയേക്കും. അതുകൊണ്ട് ഈ പർപ്പിൾ ഗ്ലിറ്ററിഷ് ഇതുണ്ട്, ഇതുണ്ട്, ഗ്രേ ഉണ്ട്. ചക്കിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ കണ്ണടച്ചിരുന്നോളാം. വർക്കാവില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടോ കുറച്ച് വെച്ചിട്ട്? ആ ഒന്ന് ചായ പിടിച്ചു വെച്ചാ. ഞാൻ പിടിച്ചു വെച്ചേ. അതല്ല ഞാൻ ചെയ്യണേ. ചക്കി എനിക്ക് ഇഷ്ടാ. അയ്യോ എച്ചക്കുട്ടേ, മാളിനോട് കിടത്തിപ്പോ. മാളിനെ കട്ടിച്ചേ. അവളെ ഊഞ്ഞാലാട്ടിട്ട് ബാക്കി കാര്യം. ഊഞ്ഞാലാട്ട മമ്മ തുണി എടുത്ത് കഴിഞ്ഞിട്ട് തരണ്ടോ ചെക്കി? ഇല്ല, മമ്മന്റെ ഇത് ചെയ്യാനുണ്ട് കുത്തി. അല്ലെങ്കിൽ ഇട്ട് വെച്ചിട്ട് ഉടനെ മമ്മ ചെയ്താൽ മമ്മയുടെ തുണിയാലോ. മമ്മ എത്ര നാളായിന്നറിയോ മമ്മ എന്റെ കുത്തി കളിച്ചിട്ട്. ഓക്കെ, ഒരു ഗെയിം കളിക്കാം. ഒരു ഗെയിം. വൈറ്റ് അതോ ബ്ലാക്ക്?
ഓക്കെ എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റേ എസക്കുട്ടി പറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നല്ലോ. അറിയില്ല, ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇവിടെയാണ്. ജോൺകുട്ടിയുടെ വൈറ്റ് ആയിരുന്നേ. അവന്റെ ഒറ്റയാൾ രാജാവിൽ വെച്ച ഒറ്റയാൾ പോരാട്ടം പോലെയാ. ഒറ്റയ്ക്ക് പോരുന്നത്. ഞാൻ പറയും ഈ സൈഡ് വഴി ചാടി രക്ഷോട്ട് വെക്കോളെ. How dare again you my boy. എനിക്ക് വലിക്കാൻ പറ്റില്ല. പണി കഴിഞ്ഞോ? എന്റെ പണി ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോഴേക്കും ഒരു 100 കൂട്ടം കാര്യങ്ങൾ അതിന് ഇടയിലൂടെ വരും. എന്റെ ഈ ലിപ്പാസ്റ്റർ എനിക്ക് ശരിയാക്കണം, അത് ശരിയാക്കണം, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പൊ ചെയ്യണമായിരുന്നു. നോക്ക്, ചക്കിക്ക് കമന്റ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അല്ല, ചക്കി കുളിക്കാൻ പോകണോ? കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓണർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇതോ അതും കുളിച്ചിട്ടോ നമ്മത്തേക്ക് ഇതൊക്കെ റെഡി ആക്കട്ടെ. ചില ഇന്ന് തുണി വാഷ് ചെയ്യുക, അതിൻ്റെ ഒക്കെ ഇടയിലൂടെ നമ്മുടെ പല കാര്യങ്ങളും നടക്കും. കാരണം അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവണാരും കൊണ്ട് മാറുക, അല്ലെങ്കിൽ മെഷീനൊക്കെ ഇട്ടിട്ട് കറങ്ങണാരും കൊണ്ട് മാറുക എന്ന്. പക്ഷെ തുണി അടക്കി വെക്കാൻ അല്ലെങ്കിൽ ലിപ്പാസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമ്മൾ ആ ചോട്ടിൽ തന്നെ നിന്ന് ചെയ്യണമല്ലോ, അത് പറ്റുകയില്ല. അതാണ് എനിക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യം. ദൂരെ സമയം എടുക്കുന്ന കാര്യം. കാരണം അതിൻ്റെ ഇടയിൽ കാണാം. ഇങ്ങ് വാ ഇങ്ങോട്ട് വാ. അവൻ ഇന്ന് രണ്ടാമത്തെ ആപ്പിളാണ്. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. എണ്ണി ഇരിക്കരുത്. എണ്ണീരുന്നല്ല ഞാൻ പറഞ്ഞത്. അവനിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു മടി വേണ്ടായിരുന്നു, ക്ഷീണമായിരുന്നു. എല്ലാവരും കൂടി ഫ്രീ ആയിട്ട് ദിവസമാണ്. അപ്പം സ്ലോ ആയിട്ട് എടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ച്, റിലാക്സ്ഡ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. കാരണം ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ അത് ഓഫ് എന്നുള്ള ഫീല് വന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഡെയിലി ഡ്യൂട്ടി അല്ല. അപ്പം നമ്മൾ ശരിക്കും സിമ്പിളായിട്ട് പാസ്ത കഴുകിയിട്ട് കൊടുക്കുക. വാഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പനും മക്കളും സ്കൂളിൽ നിന്നൊരു ഫുഡ് കഴിച്ചു വന്നിട്ട് ഇവിടെ വാതോരാതെ അതിനെ പ്രശംസിച്ച് പറയുമായിരുന്നു. എന്താണ്, ട്യൂണ ഇട്ടിട്ട് പാസ്ത ഉണ്ടാക്കിയത്. നല്ല ക്രീമി ആയിരുന്നു, വൈറ്റ് കളറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് എന്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടിയെന്ന് ഇവർ പറയും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊരു ഊഹം പോലെ ഉണ്ടാക്കുന്നതാട്ടോ. ബട്ടറിനകത്ത് കുറച്ച് സവോള നമ്മൾ സോട്ട് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞില്ല, ഒരു നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ഫ്ലോർ ഉണ്ടല്ലോ, മൈദപ്പൊടി, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തു. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ടിന്നിലുള്ള ടൂണ കിട്ടും, ഒലീവ് ഓയിൽ കിടക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് അങ്ങനെ തന്നെ ഒഴിച്ചു. അതിൽ ഓയിലോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് തില്ലി എന്ന് പറയുന്ന ഒരു ഫിഷിനൊക്കെ യൂസ് ചെയ്യണ ഒരു ഹെർബ് ഇവിടെ മേടിക്കാൻ കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അത് ഇളക്കി നല്ല എന്താണ് സോഫ്റ്റ് ആയി കഴിയുമ്പം ഇനി അതിലേക്ക് നമ്മൾ ക്രീം ചീസ്, ഫുഡ് ക്രീം, ചീസ്, ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഇത് സോസാക്കാൻ പോവാം കേട്ടോ. ഓൾറെഡി ക്രീം ചീസ് കൊച്ചെടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അത് ഞാൻ ആഡ് ചെയ്യണു. അയ്യോ, ഒരു ഡ്രോപ്പ് അങ്ങോട്ട് തെറിച്ചല്ലോ. എനിക്ക് പരത്തല്ലേ ഇത്, ഞാൻ ഇത് ചെയ്തെടുക്കാം. അയ്യേ മാറ്റിക്കും. എങ്ങനെയും എനിക്ക് രണ്ടെണ്ണം കേൾക്കാനുള്ള പൊപ്പിച്ച് തരുവേ. ഞാൻ അത്രക്കാരനാണോ? ക്രീം ചീസ് ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. എന്നാ വെജിറ്റബിൾസാ അതിൻ്റെ കിട്ടിയ? അതായത് ക്യാപ്സിക്കം വൈറ്റ് നടന്നു. പക്ഷെ അതിനകത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കം, വളരെ ചെറുതായിട്ട് കുരുവിനാന്ന് അറിഞ്ഞില്ലായിരുന്നു. അതും ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ പറയണ്ടേ. നിങ്ങളിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ലാസ്റ്റ് മൊമെന്റിൽ എടുത്ത് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും. ക്യാപ്സിക്കം കാണുന്ന നിർബന്ധമാണെങ്കിൽ നമ്മൾ സാലഡിനകത്ത് കിടന്ന് 2-3 കഷ്ണം എടുത്ത് കുരുന്ന് ചോപ്പ് ചെയ്ത്. ആണോ? ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഫുഡ് ക്രീം ഒഴിച്ചു. പക്ഷെ കുറച്ച് ക്രീമി ആയിട്ടായിരുന്നു ഇരുന്നത് കേട്ടോ ഫുഡ്. ഇനി ഇത് അത്യാവശ്യം എന്നാ തിക്കാണ് ആ ക്രീമിൻ്റെ തിക്നെസ്. പക്ഷെ നമ്മൾ ഓൾറെഡി മൈദ ചേർത്ത് നല്ലതായിട്ട് സോട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ തിക്കറാവും. അപ്പം നമ്മൾ പാസ്ത ഉണ്ടാക്കിയതിൻ്റെ വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് ഈ തിക്നെസ് ആയിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ ഉണ്ടായിരുന്നേ. പാസ്തയ്ക്കകത്ത് കിടക്കുമ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടായിരുന്നു.
പാസ്ത നീട്ടാൻ മറക്കല്ല. തിരക്കാന്നൊക്കെ മനസ്സിലാവും, പക്ഷെ പാസ്തേനെ പാസ്ത എന്ന് പറയണം. കുറച്ച് ഇനി ബാക്കി വെള്ളം കളഞ്ഞ പാസ്ത ഇടുക. പക്ഷെ ഇവിടുത്തെ പാസ്ത എന്നല്ല പറഞ്ഞത്. ഫോക്കസ് ചെയ്യാറില്ല, പാസ്ത അങ്ങനെ അത്രയും നീട്ടി പറയാറില്ല. ഇതൊന്നും ഞാൻ പണ്ട് ചെറുപ്പത്തിലൊന്നും കഴിച്ച ഫുഡൊന്നും അല്ലല്ലോ. ഞാൻ ഇച്ചിരി കഞ്ഞിയും കപ്പയും കഴിച്ച് മാത്രം കാച്ചിലും ചേമ്പൊക്കെ കഴിച്ച് വളർന്നു. എന്നാ ടേസ്റ്റ് ചെയ്ത. അയ്യോ സോസിന് തന്നെ ഭയങ്കര ടേസ്റ്റ്. അതിനകത്തേക്ക് ഇടേ, ഇനി മറ്റേ സാധനം ഇടേ. അത് കളയട്ടെ. അല്ല ഇനി മറ്റേ സാധനം മറ്റേ സാധനം ഇടാൻ ആ കൂടിയില്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടിട്ട് അറിയില്ല ഒരുപാട് പേർക്ക്. അല്ല നമ്മളിത് പഠിക്കും കേട്ടോ, നമുക്കും പഠിക്കും കേട്ടോ. നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല ആക്ച്വലി. നമ്മള് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ജസ്റ്റ് ഇപ്പൊ ഒരു തമാശ പറഞ്ഞെന്നുള്ളു. പക്ഷെ അങ്ങനെ എഴുതുന്നതും കറക്റ്റ് ചെയ്യണതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒരുപാട് പേര് വീഡിയോ കാണുന്നത് കമന്റ്സ് വായിച്ചോണ്ടാ. അന്നേരം അവർക്കും കൂടെ ഉപകാരമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് എഴുതുന്നവര് ധൈര്യമായിട്ട് എഴുതിക്കോ. നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും തിരുത്താൻ പാടില്ല. നമ്മളൊന്നും മോശമായിട്ട് എടുക്കത്തില്ല കേട്ടോ. അതെ, അതിൽ നമുക്ക് സന്തോഷമാണ്. ഒത്തിരി പുതിയ കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു. നിങ്ങൾ ഇടുന്ന കമന്റ്സിൽ നിന്നാണ് നമുക്കത് അങ്ങനെയെല്ലാം ഇൻഫർമേഷൻസ് കിട്ടിയേക്കുന്നത്. നല്ല കമന്റും മോശം കമന്റും എല്ലാം നമ്മൾ വായിക്കും. എല്ലാവരോടും നമുക്ക് റെസ്പെക്ട് ആണ്. ഇത് എഴുതാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അതെ അതെ. ഇതിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാത്തിനും എല്ലാ വീഡിയോയ്ക്കും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഓരോ കമന്റും മിസ്സാകാതെ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ. അതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ, ഇതല്ല നമ്മുടെ തൊഴിൽ. അപ്പം നമ്മൾ ഡ്യൂട്ടിയും തിരക്കൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതാണ് വീഡിയോസ്. യെസ്. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. വെള്ളം ഒഴിച്ച് നമ്മളത് ലൂസാക്കാത്ത എന്നാന്ന് വെച്ചാൽ ഒരു വെള്ളച്ചോവ വരണ്ടാന്ന് ഓർത്തോണ്ടാണ് നമ്മൾ ആ പാസ്ത വേവിച്ച വെള്ളം തന്നെ ഇതിലോട്ട് ചേർത്തത്. ഉപ്പ് ഒഴിച്ചാണ് ഉപ്പും ഓയിലും ഒഴിച്ചാണ് നമ്മൾ പാസ്ത വേവിച്ചത്. കവർ വാങ്ങിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാകും. ചിലതൊക്കെ 10 മിനിറ്റ്, ചിലത് 12 മിനിറ്റ്, ചിലത് 9-8 മിനിറ്റ്, അങ്ങനെയൊക്കെ വേവിക്കേണ്ട പല വേവുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്ര സെറ്റപ്പ് പുതിയ ഡിഷ്. അല്ല ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് ക്രീമി കഴിക്കുന്ന ഇഷ്ടം. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉപ്പ് നോക്കിക്കാൻ ലാസ്റ്റ് നമുക്ക് ഞാൻ കഴിച്ച സെയിം ടേസ്റ്റ് ആണ്. നോക്കട്ടെ, ഉപ്പ് കുറച്ചുകൂടെ വേണം. ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ്. ഉപ്പിട്ടാൽ മതി. ഉപ്പും ചീസും കൂടെ ഇടണം. ഒരു ക്രീമും കൂടെ ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹെവി ആയിട്ടിരിക്കും. ഒരു ക്രീമും കൂടെ ഉണ്ടോ അത്യാവശ്യം അല്ലേ? കുഴപ്പമില്ല. ഇനി ചീസും കൂടെ ഇട്ടട്ടെ. റുവാക്ക ക്രീമാണോ ചേർക്കണ്ടേ, ചീസ് ക്രീമാണോ ചേർക്കണ്ടേ? ഫുഡ് ക്രീം ചേർക്കേ. അപ്പോൾ എന്നിട്ട് ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിന്ന് കുറുവും. സെറ്റായില്ലേ? ഇനി ചീസ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് അവന് കയറ്റി നമ്മളൊരു അതിൻ്റെ മേൽഭാഗം ഒന്ന് ബ്രൗൺ ആവണോടം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിലും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചെയ്താൽ മതി. മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കുന്ന അതേ രീതി ഓൾമോസ്റ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ തന്നെ ചേർക്കുന്നു. പക്ഷേ ഒരു ഇച്ചിരി വെജിറ്റബിൾസും പിന്നെ ഫിഷും ഇതിൽ നമ്മൾ ചേർക്കുന്നു മാത്രം. കുരുമുളക് പൊടി ലേശം ഇടുന്നത് നല്ലതാണ്. ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. കുറച്ച് മതി. ഇനി ആ ചീസ് ഒത്തിരി ചൂടാവണ്ട, കാരണം ഞാൻ ഡ്രൈ ചെയ്യും. ഇത് നല്ല ഹെവി സാധനം കേട്ടോ. കാരണം ചീസ്, ഫുഡ് ക്രീം ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് കലോറി ആവും. പിള്ളേര് വലിയ പരാതി ഇല്ലാണ്ട് ഈസി ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നത്, കൊടുക്കുന്ന പാർട്ട് മൊത്തം കഴിക്കുന്നത് ഇങ്ങനത്തെ ഫുഡുകളാണ്. നമ്മളിപ്പോൾ പിള്ളേരെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് കാര്യം ചെയ്തെടുക്കുക എന്നുള്ള നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഓക്കെ നമ്മൾ പാരൻസ് ആണ്, നമ്മൾ പറയണവരനുസരിക്കണം, ചെയ്യണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാശി പിടിച്ച് ചെയ്യിപ്പിക്കാം. പക്ഷെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവർ ഹാപ്പി ആയിട്ട് നമ്മൾ കൊടുത്ത് സഹകരിക്കുന്നതാണ് നമുക്കും ഇഷ്ടം അല്ലേ? നമ്മൾ കുറച്ച് ചീസ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് നിന്ന് പിള്ളേർക്ക് പയ്യെ സെർവ് ചെയ്യുവാണ്. കുറച്ച് ട്യൂണ സാലഡ് നമ്മൾ ഇരിക്കുന്നത് കൂടെ കൊടുക്കാം കേട്ടോ. കാണിച്ചു തരുമോ നോക്കിക്കേന്ന്. കഴിക്കേ മാളുവാ
ജോൺകുട്ടി വന്നേ, ജോൺകുട്ടി. ആ ടെസ്റ്റുകുട്ടി വന്നേ, പാസ്ത ടേസ്റ്റ് ചെയ്യാൻ വന്നേ. നമ്മൾ പാസ്ത തിന്നാൻ പോവാ. പാസ്ത ഏ നല്ലതാണോ? കഴിക്കും പിള്ളേരെ കഴിക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? എക്സാക്ട് സ്കൂളിലെ സംഭവം അല്ല, ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. കുറച്ചുകൂടെ ക്രീമിയർ ആണ്. പിന്നെ എനിക്കോട് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യും. ക്രീം ചീസ് കുറച്ചുകൂടെ ചേർത്താൽ നല്ലതായിരിക്കും. നമ്മളിപ്പോ ഒരു പാക്കറ്റ് പാസ്ത എടുത്തെങ്കിലും ക്രീം ചീസ് അതിന്റെ പകുതിയിൽ എടുത്തോളൂ. അതിന്റെ അകത്ത് ഫുഡ് ക്രീമും ചേർക്കണം കുറച്ചുകൂടെ. ആണോ? ഓക്കെ. എന്നാ വേണ്ടേ? അത് ഷാലഡും കൂടി വേണം അതിന്റെ കൂടെ. ആ തരാം തരാം. ഓണത്തിന് ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഉടുപ്പിട്ടു. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക. അച്ചു ലൈറ്റ് ഓഫ് ചെയ്തോ? ആ ഇങ്ങോട്ട് വന്നേ. അടിപൊളി കേട്ടാ. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവാ? എന്നാ മാല? ആർക്ക്? ഞാൻ മറ്റേ സ്കൂളില് ഈ ബീച്ച് ഉണ്ടാക്കണം പോലെ കാര്യം. അപ്പോഴാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ, അതാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കണം. എന്നിട്ട് അവനുള്ള ബീച്ച് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇവേനോ കണ്ടുപിടിച്ചു. എന്തോ ഒരു ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ള എന്തോ ഫേക്ക് ഡയമണ്ട് പോലത്തെ. നമുക്ക് സമയമായില്ലേ? പോകണ്ടേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ തിരിഞ്ഞേ, ഇവിടെ തിരിഞ്ഞേ. ഇവിടെ പോകണ്ടേ? തലയാക്കി നന്നായിട്ട് കാണുന്നില്ലെന്നേ. ഒത്തിരി സാരികൾ കാണുന്നില്ല. ഞാനിപ്പോ എനിക്ക് നാണായിട്ടൊന്നുമില്ല എനിക്കെന്നെ കണ്ടിട്ട്. ഇതല്ലായിരുന്നു ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. ഒരു കമ്മല് മാത്രമായിരുന്നു. ഈ നേരത്തെ തപ്പി തപ്പി മടുത്തൊന്നും എനിക്കറിയാം. പിള്ളേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കാത്തു വേണോ? കാത്ത് കാത്ത് റിങ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കുട്ടിന്റെ ഇവിടെ ഇങ്ങനെ കാറ്റും വെച്ച് ഇരുത്തേക്ക് വേണം എല്ലാവരും റെഡി ആകുമ്പോഴേക്കും. നമുക്ക് പോകണ്ടേ? ആക്കി അവിടെ ഇരുന്നോട്ടെ. ആക്കി വേണ്ട, ആക്കി വേണ്ട, ആക്കി അവിടെ ഇരിക്കട്ടെ. നമുക്ക് എടുക്കതേ കാക്കതല്ലേ? ഇതേ കാക്ക കാക്ക. ആ അത് തുടങ്ങണ്ട ചിച്ചിയ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ മൊത്തം ആക്കും. ആ ചിച്ചിയ. ആ നമുക്കത് വേണ്ട. ഇങ്ങ് വാ കൊച്ചിക്ക് പോരെ. ആ ആ അങ്ങോട്ട് പോയേക്കാം, തിരിച്ചു പോയേക്കാം. നമ്മളിപ്പോൾ പിള്ളേരെല്ലാം കയറ്റി അവരെ കൂട്ടിയുള്ള ഫോട്ടോസ് ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ പെട്ടെന്ന് മടുക്കും. അപ്പോൾ പിന്നെ അല്ലേ, എന്നിട്ട് ലാസ്റ്റ് നമ്മളെടുക്കാം. പണ്ടേ ഭയങ്കര വലിയ ഫോട്ടോ ഒന്നല്ല, കുഞ്ഞു അങ്ങനെ ഭയങ്കര പേരൻസ് ഇടുന്ന ടൈപ്പ് അല്ല. ഓണത്തോടനുബന്ധിച്ചുള്ള ആ മറ്റേത് നല്ലായിരുന്നല്ലോ. ചോർക്കുട്ടി അമ്മ എടുത്തോളാൻ പറഞ്ഞു. സാരമില്ല, പപ്പയും മമ്മയും നല്ലതെന്ന് പറഞ്ഞല്ലോ. അതൊരു വെറൈറ്റി സ്റ്റൈലാട്ടോ. ഒരു കുഞ്ഞപ്പൻ എന്റെ പൊന്നോ സ്റ്റൈൽ ബോയ് ആണല്ലോ. അടച്ചു അവന്റെ ഒരു ഡയപ്പർ. ഇതിൽ പോയാലും ഇപ്പൊ നമ്മൾ മറക്കാണ്ട് എടുക്കേണ്ട സാധനം ആശാന്റെ ഡയപ്പറാണ്. അല്ലെങ്കിൽ ഓണം ഡ്രസ് എല്ലാം ഇപ്പൊ സെറ്റായി കിട്ടും. ഇതൊന്നും എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് പൂക്കളല്ലേ. കൊത്തൊക്കെ കുറച്ച് ഫോട്ടോയിലൊക്കെ വരണമെങ്കിൽ ഇച്ചിരി ഇരിക്കണ്ടല്ലേ. നല്ല ക്ലാസ്സാ. ഞാൻ എടുത്തില്ല, എന്റെ ക്ലാസ് എടുത്തില്ല. എടുക്കണായിരുന്നോ? ക്ലാസ് എടുക്കണ്ടായിരുന്നല്ലോ. ക്ലാസ് വേണ്ട. ധോണിക്കോഴി വയ്ക്കുമ്പോഴാണ് നല്ലത്. ചിക്കൻ ആക്ച്വലി തമ്മയുടെയാ. എല്ലാവർക്കും ശരി യൂണിസെക്സാ. അതായത് ആദ്യമേ നമുക്ക് ഫാമിലി ആയിട്ടുള്ള എടുക്കാം. സ്റ്റുഡിയോ ഒന്നും അല്ല കേട്ടോ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് വന്ന് എടുത്ത് തരുന്നതാണ്, എടുക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ എടുക്കാം. ലാസ്റ്റ് നമ്മുടെ എടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. വീടിൻ്റെ അടുത്തുനിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അത്
ബെറിയാണ്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ബെറിയാണ്, ഫുള്ള് വൈറ്റമിൻ സി. ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു രക്ഷയില്ല. ഇവൻ ഇവിടെ ദൈവം ഇതിലൂടെയൊക്കെ പട്ടികളെ വളർത്തിക്കാൻ കൊണ്ടുവന്നതാ. അടുത്ത പൂച്ച വരുന്നു. എടുക്കാൻ പാടായിരുന്നു, കുട്ടിനെ പിടിച്ചിട്ട് കിട്ടത്തില്ല. യസക്കുട്ടീനെ ഒരു രക്ഷയില്ല, എല്ലാവരുടെയും കൊടുത്ത് നിർത്തുക എന്നുള്ളത് വലിയ പാടാണ്. പുള്ളിയാണ് അർമാദിക്കുന്നത്, ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അർമാദിക്കുന്നത് പുള്ളിയാ. പുള്ളി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഭയങ്കര പൊതുവെ പുള്ളി കമന്ന് കിടക്കുന്നു. പക്ഷെ ഒറ്റ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല. പുള്ളിക്കിപ്പോ ആ കല്ലേന്ന് പോരണ്ട, അവൻ ആ കല്ലിൽ ഇരുന്ന് വെറുതെ തിന്നോണ്ടിരിക്കണം. അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നതിനാണ് ഇപ്പൊ കരയുന്നത്. ഈടല്ലേ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ എപ്പോഴും ലിങ്കോൺ ബെറിയാണ് ഫുള്ളുള്ളത്. നല്ല ഇന്ന് നല്ല വെതർ ആയിരുന്നല്ലേ, നല്ല വെതർ കിട്ടി. എൻ്റെ പണിയെല്ലാം പെൻഡിങ് അങ്ങനെ തന്നെ കട്ടിലേ കിടക്കുക. ചെന്നിട്ട് ഇനി അത് ഞാൻ എന്നെ ചോദിച്ചായ അപ്പം ഇന്നത്തെ കാര്യം സ്വാഹ, നാളെ ചെയ്യാം അല്ലേ. അവിടെ എന്താ പരിപാടി, അവിടെ എന്താ പരിപാടി? ഇത് എന്നാ എടുക്കുവാ ഇവിടെ? കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഗേൾസ് ഓൾറെഡി മടുത്തു, അവർ നേരെ വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട്. ജോണിക്കുട്ടി ഇപ്പോഴാണ് അടുത്ത ഐഡിയ ജോണിക്കുട്ടിക്ക് വന്നത്. അടുത്ത നമ്പർ എനിക്കറിയാം എന്നാന്ന്. ദേ ആ മരത്തേല് എന്ത് രസമല്ലേ ആണോ. ഇപ്രാവശ്യേ നമ്മുടെ ആ വീടിൻ്റെ ബാക്കിലുള്ള മറ്റേ റോവൻബെറി ഇല്ലേ ചായ, മൗണ്ടനാഷ് എന്ന് പറഞ്ഞത്, ആ സംഭവം എല്ലായിടത്തും ഒരുപാട് കൂടുതലുണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ എന്തോരം നോക്ക്, ഇല കാണാനേ ഇല്ലാത്ത പോലെ നിറച്ചതുണ്ടായി. അയ്യോ അയ്യോ അയ്യോ, കാലും മടങ്ങി പോയി. കിളികളും തിന്നും. അയ്യോ, ആദ്യമായിട്ടാണ് അവൻ ഒരെണ്ണം തുപ്പിക്കളഞ്ഞത്. അത് കടിക്കുമ്പോഴേ അറിയത്തില്ല അതിന്റെ കയ്പ്, അത് കഴിയുമ്പോഴാണ് അത് അറിയണേ. കുട്ടി കണ്ടോടാ, ഈ മരത്തിന്റെ അത് നമുക്ക് തിന്നാൻ പാടില്ല. ഓ, ആദ്യമായിട്ടാണ് യേശുക്കുട്ടി ഒരു സാധനം ഇവിടെ വന്നിട്ട് ബെറികളിൽ തുപ്പിക്കളഞ്ഞത്. ഇച്ചിരി വെള്ളം വേണോ? അത് കൊള്ളത്തില്ലെന്ന്, കൊള്ളില്ല അല്ലേ? നോയാ അല്ലേ? ആ നോ. യേശുക്കുട്ടി ഇവിടെ നോക്കിക്കേ, മമ്മ പറിച്ച് തിന്നട്ടെ. ചേട്ടന് കൊടുക്കാം, നമുക്ക് ചേട്ടന് കൊടുത്താലോ? കൊടുക്കണേ ചേട്ടന്? അത് ഭയങ്കര കയ്പ, അതില് കടിക്കണം, അത് കടിച്ചാലേ അറിയത്തുള്ളൂ. യേശുക്കുട്ടിക്ക് ആണോ? അന്ന് ഇനി ഇത് കൊടുത്ത പപ്പയുടെ കൂടെ എക്സ്പ്രഷൻ കിട്ടും. നമ്മുടെ അതല്ല, പക്ഷെ നമ്മുടെ വീട്ടിലത്തെ സെയിം സാധനമാണോ നോക്കി. നമ്മുടെ വാളംപുളിയില്ലേ, വാളംപുളിയുടെ പുളിയും കയ്പ്, പാവക്കയുടെ കയ്പ്, ചവർപ്പ്, കുറച്ചുകൂടെ സ്ട്രോങ് ആയ കയ്പ്. പോകാം നമുക്ക്. കൊടുക്കണ്ട, അവനറിയാം, അവൻ കടിക്കില്ല ഇനിയാണ്. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള പൂക്കൾ കുറേ ഉണ്ടാവും കേട്ടോ. എന്ത് രസമല്ലേ ഇതിൻ്റെ കളറ്. പറയട്ടെ, എടുത്തിട്ട് ജോൺകുട്ടി എന്നാ പറയാൻ പോണെന്ന്. കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് പിള്ളേരൊക്കെ ആകുന്നതിന് മുമ്പേ ഇതുപോലെ പോയിന്റ് ഹീലിട്ട് കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ചെരുപ്പൂരി കൈ തന്നിട്ട് നടന്നോ ഓർക്കണ്ടോ. ഈ ചേൻ്റെ ഷൂസൊക്കെ മേടിച്ചിട്ടുണ്ട്.
കൊച്ചു നടക്കണം. ആര് തിരിഞ്ഞു നോക്ക്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. കടയിൽ നമ്മളിന്നൊന്നും വാങ്ങണ്ടല്ലോ, എല്ലാം വീട്ടിലുണ്ടല്ലോ. ഒത്തിരി ഇവരുടെ നല്ല രസമുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർക്കും നല്ല. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഇപ്പം ബോഡി വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചേരുകയില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനായിരുന്നു തയ്പ്പിക്കാൻ നേരത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ചേരത്തില്ല, പ്രത്യേകിച്ച് സ്കേർട്ട് അടിയിലൊന്നും ടോപ്പ് കുറച്ച് ലെങ്തി ആയിട്ട് വരുമ്പോൾ ബോറായിരിക്കുമല്ലോ. എൻ്റേത് എനിക്ക് ഇച്ചിരി ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വയറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ട് ചെയ്യിപ്പിച്ചാലോ കേട്ടോ. അല്ല, ഓൺലൈൻ ഇത് കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. ഓൺലൈനിൽ ബെറ്റർ ആയിട്ട് ചെയ്തു തന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെയൊക്കെ ബോഡി ടൈപ്പിന് ചേരുന്നത് നോക്കി നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ സംഭവം തന്നെ കേട്ടോ അവർ ചെയ്തു തന്നേക്കുന്നത്. അതായത് മുടി ഷോർട്ട് ആക്കിയതുകൊണ്ട് അല്ലെങ്കിൽ സാരി എടുത്താൽ സാരി എപ്പോഴും എപ്പോഴും സാരി അല്ലെങ്കിൽ ഹാഫ് സാരി അതൊക്കെയാണല്ലോ. പാവാടയും ബ്ലൗസും പട്ടുപാവാടയും ബ്ലൗസും അതൊക്കെയാണല്ലോ നമുക്ക് കൂടുതലൊരു ഫീല്, നൊസ്റ്റാൾജിക് ഫീല്. പിന്നെ പിള്ളേർ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഗേൾസിന് ഉള്ളത് കൊണ്ട് എല്ലാവരും ഇടുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നൊക്ലാഞ്ചി ഇതൊക്കെയാണ്. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പലയിടത്ത് പോയി പലതും പലതൊക്കെ എടുക്കാമല്ലോ. ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സമയത്ത് പെട്ടെന്നെല്ലാം ഫോട്ടോ കാണുന്നു, നമ്മളത് സെലക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. ചക്കിയുടെയൊക്കെ മേക്കപ്പ് ഒക്കെ ചക്കിയൊക്കെ തന്നെ ചെയ്തോട്ടോ. എല്ലാവരും ഇവര് പിള്ളേര് തന്നെയാണ് പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടല്ലേ. നമുക്ക് കുഞ്ഞിലെ ഒരു കുറച്ച് നാള് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാനും നമ്മളും കാണിക്കണം, അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അത്രയും മതി. അത് കഴിയുമ്പോഴേക്കും നാച്ചുറലി ഇവർക്കത് വരും, ഇവർക്ക് ഇഷ്ടം വരും. ഇവർ തന്നെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കും, ഓരോ പരിപാടികളൊക്കെ ചെയ്യും അല്ലേ. പക്ഷെ എന്ന് കരുതി നമ്മളിങ്ങനെ ഫുൾ ടൈം എപ്പോഴും മേക്കപ്പ് ഇട്ടല്ല കേട്ടോ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴോ. അപൂർവം ചില സമയങ്ങളിൽ മാത്രം. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുക, സ്കിൻ കെയർ ചെയ്യും. അതല്ലാതെ നമ്മൾ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഇതില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാലോ അല്ലേ. പിള്ളേർ മേക്കപ്പ് യൂസ് ചെയ്തെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് മച്ചുവർ ആകാത്തത് കൊണ്ട് എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിനകത്തും എന്നാ യങ് സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെയിനായിട്ടും ഇല്ലപ്പാ കുഞ്ഞു പിള്ളേർക്ക് സ്കിൻ കെയറിന് പറയാൻ പറ്റില്ല. ചേ മേക്കപ്പ് എല്ലാം ഇതാണ്, അതിൻ്റെ അകത്ത് കെമിക്കൽസ് ഒന്നും ഇല്ലാതിരിക്കുകയല്ല. കുഞ്ഞു പിള്ളേർ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്കിന്ന് മച്ചുവർ ആയതിനു ശേഷമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാവുള്ളൂ. ജ്യൂസ് പൊക്കിക്കൊണ്ടുവരുന്നു. അതിലേക്ക് ഞാൻ ഇതിന്റെ മണ്ടേന്ന് ഇറങ്ങണം. ഞാനാണ് മറ്റേ ഓട്ടത്തിലിരുന്ന പറഞ്ഞു ഷൂഷ് എന്നൊക്കെ പറഞ്ഞു. ഓടിച്ചല്ല ഷൂഷ് ഉടുപ്പ് ഊരിക്കോ. എല്ലാവരുടെയും ഉടുപ്പുകൾ എല്ലാം ഊരുക. അപ്പൊ ഈ തവണ നമുക്ക് വലിയ ഓണപരിപാടി ഇല്ല, ചെറിയ ഓണപരിപാടി മാത്രമേ ഉള്ളൂ. ഹൈറ്റ് ഇത്ര ഉള്ളതുകൊണ്ടേ ചിക്കുവിന് അങ്ങനത്തെ ഇട്ടുണ്ട് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഉടുപ്പിന്റെ ഇച്ചിരി ഇത് കൂടുതൽ തോന്നിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ചിക്കു ഇച്ചിരി ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സൗകര്യമുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങ് വന്നേ അമ്മയുടെ പൊന്നാങ്കിലി ഇങ്ങ് വന്നേ. ഇത് എന്നെ ഈ കാണണ ഇവിടെ നിന്നെ ഒന്ന് കാണട്ടെ, ഉടുപ്പൊക്കെ കാണട്ടെ. എണീറ്റ് നിക്കേ. ജമ്പ് ചെയ്യേ, ഇവിടെ ജമ്പ് ചെയ്തേ. യെസ്, ജമ്പ് ജമ്പ്. അടി ജമ്പാണത്. ആണ് അമ്മ ചുമ്മാ പറഞ്ഞ ജമ്പ് ഒന്നും ചെയ്യണ്ട. ഉച്ചക്ക് ആരാ ജയിച്ചേ? ഉണ്ടാക്കിയത് അമ്മയാണ് കഴിച്ചു തീർക്കണേ. ഇല്ല, ഞാൻ കഴിച്ചില്ലായിരുന്നു. ഇന്നലെ ഇച്ചിരി ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ എനിക്കുള്ള നിങ്ങളെല്ലാരും കഴിച്ചില്ല, എനിക്കുള്ള പീസ് അവള് വെച്ചതാ. ഇന്ന് ഇത് കഴിച്ചത് എനിക്ക് മൊത്തം എക്സ്ട്രാ പോയിന്റ് ഇടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ നാളെയാണ് ഞങ്ങളുടെ ഓരോ ദിവസം ഓരോ പോയിന്റ് ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ ഈ പോയിന്റ് കണക്ക് കൂട്ടുന്നത് അനുസരിച്ചിട്ടാണ് ഇവരുടെ ഞാൻ പപ്പ എഴുതിക്കണം. പപ്പയാണ് ഇവിടെ ചോർച്ച ചെയ്തത്. പക്ഷെ ഫുൾ മാർക്ക് കിട്ടുന്ന ആർക്കൊക്കെയാണെന്ന് അറിയാം അവിടെ. പപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടെ ഫുൾ മാർക്ക് 10/10.
നിങ്ങൾക്ക് മാത്രമല്ല 10ന് മേലുള്ളത്. ഞങ്ങൾക്ക് മാത്രമാണ് 10ന്റെ മുകളിലുള്ളൂ. മാള് പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാളിന്റെ മുടി കേൾ ചെയ്തിട്ട് എങ്ങനെയാന്നുള്ളത് ഇന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ദിവസം എപ്പോഴെങ്കിലും കേട്ടോ. ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചെയ്യണത്. മാള് കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. മാസ്കും കണ്ടീഷണറും മിക്സ് ചെയ്യും. എന്നിട്ട് മുടി ഈരി കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് ഒത്തിരി ഷെയ്ക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ കട്ട പീസായിട്ട് വരാൻ വേണ്ടി. എന്നിട്ട് ഒത്തിരി ജെല്ലിടും. ബിക്കോസ് അന്നേരം ഫ്രിഡ്ജ് വരാതിരിക്കണത്. എന്നിട്ട് കളപ്പിന്റെ സ്ട്രോങ് ഹോൾഡിന്റെ. എന്നിട്ട് കുറച്ച് മൂസ് ഇടും, സ്ക്രഞ്ച് ചെയ്തിടും. എന്നിട്ട് എയർ ഡ്രൈ ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും മടിയായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഗർ വാങ്ങിച്ചു. പിന്നെ ആ പരിപാടി അങ്ങനെ തീർന്നു. നിങ്ങളുടെ അയ്യോടാ പപ്പയുടെ മമ്മയുടെ കൂടെ പിള്ളേർക്കൊന്നും കൊടുക്കുന്നില്ല അല്ലേ? ആണോ? ചക്കര എടുക്കുക. ചക്കിക്ക് കൊടുക്കും. ചക്കി നോക്കി ചക്കിക്ക് വേണ്ടെന്നാ. എല്ലാരും ബർഗർ ഇതെല്ലാം കഴിച്ച് മടുത്തു തോന്നുന്നു. ഇവിടെ കൂടി കിച്ചൺ വേണമെന്നല്ലോ. ഇവിടെ ഫേസ് കണ്ടിട്ട് ഒരിച്ചിരി കഴിച്ചോ? ഇത് ഇഷ്ടമുള്ള സാധനമാണല്ലോ. ആ ഓക്കെ എടുത്തോ. എസക്കുട്ടി വാടാ, ഇന്നാടാ. എസ്കുട്ടി ഓടി വാ. ഇന്നാ യമ്മി. എസ്കുട്ടി ഓടി വാ. എസ്കുട്ടി ഇവിടെ ഭയങ്കര പരിപാടികളാണ്. എസ്കുട്ടി ഇന്നാ യമ്മി. ഇതാ ഇന്നാ എസക്കിയൽ ഇവിടെ നോ 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 നോ. ഇത് അമ്പിച്ച് വേണ്ട. ഇല്ല നാളെ ചിക്കൂര് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നും നാളെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ലീവ് എടുത്തു. ക്ഷീണം കാരണം ലീവ് എടുത്തു. ചിക്കു നാളെ മോർണിംഗ് അല്ലേ? നാളെ 2 മണിക്ക് കുർബാനയുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ചിക്കുച്ച് താമസിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. 3 മണിക്കല്ലേ ചിക്കു ഡ്യൂട്ടി കഴിയുന്നേ? അല്ല 3:30 ചിക്കു 3:30 വരെ ഡ്യൂട്ടി ചെയ്തു. ഞങ്ങൾ പള്ളി വൈകിട്ടാണ് വരാം. അതിന് ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല പുറത്ത് കോഫി ഷോപ്പിൽ നിന്നാ മതി. 2 മണിക്കാണല്ലോ കുർബാന. നാളെ ഞാൻ നേരത്തെ ഇറങ്ങിയാൽ 1 മണിക്കൂർ പോയാലും കുഴപ്പമില്ല. ഇന്നലെ യസക്കുട്ടി നേരത്തെ ഉറങ്ങിപ്പോയവനാണ് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് യസക്കുട്ടിയുടെ ടാറ്റയിലുണ്ടായി അല്ലേ? നമ്മുടെയൊക്കെ ടാറ്റ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, നമ്മൾ ശരിയാ വൈകിട്ട്